മുൻ LDF MLA കാരാട്ട് റസാഖ് വീണ്ടും മുസ്ലിം ലീഗിൽ പാണക്കാടെത്തി അംഗത്വം സ്വീകരിച്ചു. തറവാട്ടിലേക്ക് തിരിച്ചു വന്നുവെന്നും മദ്രസാധ്യാപക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ സ്ഥാനം ഉടൻ രാജിവെക്കുമെന്നും കാരാട്ട് റസാഖ് CPM വഞ്ചനയിൽ പ്രതിഷേധിച്ചാണ് ഈ രാജിയെന്നും പ്രതികരണം. തറവാട്ടിലേക്ക് തിരിച്ചു വന്ന് മാതൃസംഘടനയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ലക്ഷ്യമുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ സാഹചര്യം തോന്നിയത്? മറ്റു കാര്യങ്ങളൊക്കെ 4 മണിക്ക് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉണ്ട് UDFന്റെ കൊടുവള്ളി വെച്ച്. അവിടെ വെച്ച് നമ്മൾ സംസാരിക്കും. ബോർഡ് ചെയർമാൻ സ്ഥാനം തുടരില്ല. ഇല്ല, രാജിവെക്കും. നേരത്തെ PA മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയാണ് പറഞ്ഞിരുന്നത്. അതൊന്നും പരിഹരിച്ചില്ല പാർട്ടി. ആ രീതിയിൽ പരിഹരിക്കാൻ അവർ ശ്രമിച്ചിരുന്നില്ല. പരിഹരിക്കാത്തത് കൊണ്ടാണല്ലോ പുനർചിന്തനം നടത്തേണ്ടി വന്നത്. രാത്രി എടുത്ത തീരുമാനം. ഉപാധികളൊന്നുമില്ല. വിശ്വാസമാണ് പാർട്ടിയെ. പ്രത്യേകിച്ച് തങ്ങളുടെയും മുനാഫ് സാഹിബിനെയും മുനീർ സാഹിബിനെയും ഒക്കെ വിശ്വാസമാണ്. ഇനി പാർട്ടി സജീവമായിട്ട് തീർച്ചയായിട്ടും 10 കൊല്ലം പ്രവർത്തിക്കാത്തത് അതിൻ്റെ ഡബിൾ മടങ്ങ് പ്രവർത്തിച്ച് മുമ്പോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. യാതൊരു ഉപാധികളുമില്ലാതെയാണ് കാരാട്ട് റസാഖ് തിരികെ വന്നത് എന്നാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. UDF ട്രെൻഡ് തെളിയിക്കുന്നതാണ് ഈ തിരിച്ചുവരവെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. 10 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ് കാരാട്ട് റസാഖ് രാജിവെച്ചത്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അദ്ദേഹം പാർട്ടിയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. വളരെ സന്തോഷപൂർവ്വം അദ്ദേഹത്തിന് ഇപ്പോൾ നമ്മൾ മെമ്പർഷിപ്പ് കൊടുത്തു. ഒരു ഉപാധികളുമില്ലാതെയാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. ഇനി അദ്ദേഹം മുസ്ലിം ലീഗിൽ സജീവമായി പ്രവർത്തിക്കും എന്ന് അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് തരികയുണ്ടായി. ഏതായാലും അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ ട്രെൻഡ് UDFന് അനുകൂലമാണ് എന്നാണ് ഇത് കാണിക്കുന്നത്. അവർ ലീഗിലെ ആളുകളെ സ്വതന്ത്രന്മാരെയൊക്കെ പിടിച്ച് പണ്ട് കളിച്ച പോലെ കളിക്കാൻ കഴിയും എന്നാണ് കരുതിയത്. പക്ഷേ ഇപ്പോൾ ഒഴുക്ക് ഇങ്ങോട്ടാണ്. കാരാട്ട് റസാഖ് വളരെ കാലം വലിയ റെക്കോർഡ് ലീഗിൻ്റെ കൂടെയുള്ള ഒരാളാണ്. ഒരു ചെറിയ ഗ്യാപ്പ് വന്നു. അദ്ദേഹത്തിന് തറവാട്ടിലേക്ക് തിരിച്ചു വരാൻ തോന്നി. തങ്ങൾ സ്വാഗതം ചെയ്തു, മെമ്പർഷിപ്പ് കൊടുത്തു. വളരെ സന്തോഷം. CV അനുമോദ് കൂടുതൽ വിവരങ്ങൾ നൽകും മലപ്പുറത്ത് നിന്ന്. അനുമോദ്, ഈ വിസ്മയങ്ങൾ തുടരുകയാണ്. ഈ കാരാട്ട് റസാഖിനെ വീണ്ടും കുടുംബത്തിലേക്ക് ലീഗിലേക്ക് ക്ഷണിക്കുന്ന ദൃശ്യങ്ങളൊക്കെ കാണുന്നു. അപ്പോൾ ഇനി എന്താണ്? ഇന്നത്തെ UDF കൺവെൻഷനിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് പറയുന്നു. വളരെ സജീവമായി ലീഗിന് വേണ്ടി കളത്തിലേക്ക് ഇറങ്ങുകയാണോ റസാഖ്? തീർച്ചയായും UDFനെ സംബന്ധിച്ച്, മുസ്ലിമിനെ സംബന്ധിച്ച് കൊടുവള്ളിയിൽ മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രതിഫലനങ്ങൾ ഉണ്ടാവുക. കുന്നമംഗലത്തും അതുപോലെ തന്നെ സമീപ മണ്ഡലങ്ങളിലൊക്കെ ഈ കാരാട്ട് റസാഖിൻ്റെ തിരിച്ചുവരവ് ഗുണം ചെയ്യുമെന്നൊരു പ്രതീക്ഷയാണ് ലീഗ് പങ്കുവയ്ക്കുന്നത്. അതിനപ്പുറത്ത് മറ്റൊരു കാര്യം, മുൻപ് ഇടതുപക്ഷത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്വതന്ത്രന്മാരായിട്ടുള്ള MLAമാരും അതുപോലെ തന്നെ നേതാക്കളുമൊക്കെ UDFിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ളത് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒന്ന് തന്നെയാണ്. അതാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇങ്ങോട്ടാണ് ഒഴുക്ക്, ട്രെൻഡ് UDFിനൊപ്പമാണെന്ന ഒരു സൂചന അല്ലെങ്കിൽ അതിൻ്റെ തെളിവാണ് ഈ ഒരു തിരിച്ചുവരവ് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ ഒരു എങ്ങനെ പ്രചരണത്തിന് ഉപയോഗപ്പെടുത്താമെന്നാണ് UDF ആലോചിക്കുക. മുൻപ് UDFിൻ്റെ ഭാഗമായിരുന്ന പല നേതാക്കളും തിരിച്ചെത്തുന്നു എന്നത് അവിടെ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അവർ ചേർത്ത് പിടിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് എന്ന തരത്തിൽ തന്നെയാണ് പ്രചരിപ്പിക്കുക. മാത്രമല്ല ജനങ്ങൾക്കൊപ്പം UDF വരുന്നു എന്നതിൻ്റെ തെളിവായിട്ട് ഈ ഒരു തിരിച്ചുവരവുകളെ കാണുകയും ചെയ്യും. കാരാട്ട് റസാഖിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം 2016 മുസ്ലിം ലീഗ് വിട്ട് ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. അന്ന് അദ്ദേഹം അവിടെ 573 വോട്ടുകൾ ജയിച്ചെങ്കിലും 2021 അദ്ദേഹത്തിന് MK മുനീറിനോട് പരാജയപ്പെടാനായിരുന്നു വിധി. അതിനുശേഷമാണ് അദ്ദേഹം ഇടതുപക്ഷവുമായിട്ട് അകലാൻ തുടങ്ങിയത്. കഴിഞ്ഞ വർഷത്തോടെ സാഹചര്യങ്ങൾ കൂടുതൽ മോശമാവുകയും PA മുഹമ്മദ് റിയാസുമായിട്ടുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ ഇടതുപക്ഷം താല്പര്യം കാണിക്കാത്തതും തന്നെ ചേർത്ത് പിടിക്കാത്തതുമായ നിലപാടാണ് സ്വീകരിച്ചതിൽ നിന്ന് വ്യക്തമാക്കിയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് തിരിച്ചു വന്നിരിക്കുന്നത്. നമുക്കറിയാം
കൊടുവള്ളിയിൽ ലീഗിനെ സംബന്ധിച്ച ആഭ്യന്തരമായിട്ടുള്ള വെല്ലുവിളികൾ ഒട്ടേറെ ഉണ്ടെങ്കിൽ അവിടെ ഈ കാരാട്ട് റസാഖിൻ്റെ തിരിച്ചുവരവ് ലീഗിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാകും. കുന്നമംഗലത്തും ഇത് ഗുണം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാകും. അങ്ങനെ ലീഗിനെ സംബന്ധിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് കോഴിക്കോട് ജില്ലയിലും അതുപോലെ തന്നെ മറ്റ് പല മണ്ഡലങ്ങളിലും തിരിച്ചു പിടിക്കുവാൻ ഒട്ടേറെ മണ്ഡലങ്ങളുണ്ട്. അവിടെയൊക്കെ ഇത്തരത്തിലുള്ള നേതാക്കളുടെ തിരിച്ചുവരവ്, ലീഗിലേക്കുള്ള തിരിച്ചുവരവ് ഗുണം ചെയ്യുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. പൊതുവെ UDFന് അനുകൂലമായൊരു സാഹചര്യം തീർക്കുന്നു എന്ന അത്തരത്തിലൊരു സന്ദേശം നൽകുവാൻ ഈ നേതാക്കളുടെ തിരിച്ചുവരവ് UDF കാര്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. റൈറ്റ്, അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് അവിടെ മലപ്പുറത്ത് ലീഗിന് കൂടുതൽ കരുത്ത് പകരുന്ന ഒരു നീക്കമാണ് കാരാട്ട് റസാഖിൻ്റെ ഭാഗത്ത് നിന്ന്. കാരാട്ട് റസാഖ് അങ്ങനെ വീണ്ടും മുസ്ലിം ലീഗിലേക്ക് മടങ്ങിയെത്തുന്നു എന്നുള്ള സാഹചര്യമാണ് കാണുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.